നമുക്കിന്ന് മെക്കാനിക്കൽ ബ്രാഞ്ചിൻ്റെ വേറൊരു എക്സ്പെരിമെൻറ്റ്, പോളിടെക്നിക് മെക്കാനിക്കലിൻ്റെ വേറൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഫൈൻഡ് ദ പവർ ആൻഡ് പവർ ഫാക്ടർ ഓഫ് എ ഡി സി സർക്യൂട്ട് എന്ന് നോക്കാം. ഇവിടെ നമ്മളിതാ ഒരു ഡി സി ഔട്ട്പുട്ട് പ്ലസും മൈനസും ഉണ്ട്. 220 വോൾട്ട് പ്ലസ് നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവിൽ കൊടുത്തു. അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നമ്മൾ നേരെ വാട്ട് മീറ്ററിൻ്റെ എം അല്ലെങ്കിൽ മെയിൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ട് കൊടുത്തു. ആ എമ്മും അതിൻ്റെ കോമൺ എന്ന് പറയുന്ന സിയും തമ്മിൽ ഷോർട്ട് ചെയ്ത ശേഷം ആ എല്ല് അഥവാ ലോഡ് എന്ന് പറയുന്ന പോയിൻ്റ്, ആ പോയിന്റിൽ നിന്നും നമ്മൾ വയർ നേരെ നമ്മുടെ ലാമ്പ് ലോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ട് മീറ്ററിൻ്റെ തന്നെ നെഗറ്റീവ് വയർ, ബ്ലാക്ക് വയർ, ഇവിടെയും ഞാൻ കളർ കോഡ് തന്നെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്ന ഇതിനകത്ത് 2 വോൾട്ടേജ് ഉണ്ട്, 500ഉം 250ഉം ഉണ്ട്. ഇപ്പം നമ്മൾ 250 കൊടുക്കുന്ന കാരണം നമുക്ക് ഇവിടെ 220 വോൾട്ടേ ഉള്ളൂ. അതുപോലെ കറണ്ട് കണക്ഷൻ ഞാൻ 10 ആമ്പിയറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ആ നെഗറ്റീവിൽ നിന്ന് തന്നെ അടുത്ത ബ്ലാക്ക് വയർ നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ലോഡിന് അക്രോസായിട്ട് കറക്റ്റായിട്ട് അതേ പൊളാരിറ്റിയിൽ നെഗറ്റീവിൽ നിന്നും വയർ നമ്മൾ വോൾട്ട് മീറ്ററിലേക്ക്, പോസിറ്റീവിൽ നിന്നും നമ്മുടെ ഈ നീല വയർ പോസിറ്റീവ്, ഇപ്പോൾ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും അറിയാൻ പറ്റണം. ആ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോഡ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. സപ്ലൈ നേരെ വന്നിട്ട് അമ്മീറ്ററിൻ്റെ പോസിറ്റീവ്, അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നേരെ വാട്ട് മീറ്ററിൻ്റെ ആ എമ്മും സിയും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ആ എല്ലിൽ നിന്ന് നേരെ ലോഡിലേക്ക്. ഇവിടെ കണ്ടല്ലോ നിങ്ങൾ ഒരു റിയോസ്റ്റാറ്റ് വരച്ചിരിക്കുന്ന ഒരു ആരോ ഉണ്ട്. ആരോ മീൻസ് ഇത് വേരിയബിൾ ലോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാമ്പ് ലോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റെസിസ്റ്റീവ് ലോഡ്. അത് കഴിഞ്ഞ് നേരെ സപ്ലൈ നേരെ നെഗറ്റീവിലേക്ക്. അതോടൊപ്പം തന്നെ ആ എമ്മും സിയും ഷോർട്ട് ചെയ്തിട്ട് വി എന്ന് പറഞ്ഞ പോയിൻ്റ്, അതായത് വോൾട്ടേജ് നമ്മൾ 250 എന്ന് പറഞ്ഞ പോയിൻ്റ്, അത് നെഗറ്റീവിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇനി ഇതേ ഒപ്പം തന്നെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ആ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ലോഡിന് അക്രോസാണ്. ഞാനിവിടെ വരച്ച് ചേർക്കാം. ലോഡിന് അക്രോസായിട്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ പ്ലസ് മൈനസ് നേരെ ഇതിലേക്ക് പിൻ ചെയ്യുന്നു. ഇതും 0 to 300 വോൾട്ട് തന്നെയാണ്. ഓക്കെ, ഇത്രയായി. അപ്പോൾ ഇനി നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ഓൺ ചെയ്ത് ഒരു 5 റീഡിങ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്കിന്നൊരു പുതിയ ഇത് നോക്കാം. ഇത് ഡിപ്ലോമക്കാരുടെ മെക്കാനിക്കലുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും അതുപോലെ ബിടെക്കിൻ്റെ S3ക്കും ഉള്ള ലാബിനകത്ത് വരുന്നതാണ്. ഫൈൻഡ് ദ പവർ ആൻഡ് പവർ ഫാക്ടർ ഇൻ എ 3-phase സർക്യൂട്ട് ബൈ യൂസിങ് 2 വാട്ട് മീറ്റർ എന്നാണ് ആ സർക്യൂട്ടിൻ്റെ പേര്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനകത്ത് 2 വാട്ട് മീറ്റർ വെച്ചൊരു 3 ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം RYB എല്ലാം ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് നോക്കാം R ഫേസ്, Y ഫേസ്, B ഫേസ്. ഇത് സ്വിച്ച് വഴി നേരെ ഫ്യൂസ് വഴിയൊക്കെ കടന്നിട്ട് നേരെ വന്ന് നമ്മുടെ അമ്മീറ്ററിലേക്ക് എത്തുന്നു. അമ്മീറ്റർ ഞാനിവിടെ 5 ആമ്പിയർ, കാര്യം അത്ര കറണ്ടേ ഞാൻ കൊടുക്കുന്നുള്ളൂ. 5 ആമ്പിയറിലേക്ക് എത്തുന്നു. അതിനുശേഷം അത് നേരെ വന്ന് ആദ്യത്തെ വാട്ട് മീറ്ററിൻ്റെ എമ്മും സിയും ഷോർട്ടാണ്. L എന്ന് പറഞ്ഞാൽ ലോഡിലേക്ക്, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജിലേക്ക്. ഇപ്പം നമ്മൾ സാധാരണ സിംഗിൾ ഫേസ് കൊടുക്കുമ്പോൾ ഈ V എന്ന് പറയുന്നത് ന്യൂട്രലിലേക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവൻ്റെ കൊടുക്കുന്ന പോയിൻ്റ്, V കൊടുക്കുന്ന പോയിൻ്റ് 250 വല്ലതും ആയിരിക്കും. സിംഗിൾ ഫേസ് ആയത്. ഇപ്പോൾ 3 ഫേസ് ആയതുകൊണ്ട് 415 കൊടുക്കണം, അതായത് അടുത്ത ഫേസിൽ കൊടുക്കണം. അത് എപ്പോഴും നമ്മൾ കൊടുക്കാനുള്ളത് Y ഫേസിലാണ്. അപ്പോൾ Y ഫേസ് വീണ്ടും നേരെ ആ പോയിന്റിൽ വന്നിട്ടുണ്ട്, അതിലേക്ക് പോയിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ബ്ലൂ ഫേസ്, RY വിട്ടേക്കാം. നമുക്ക് ബ്ലൂ ഫേസ് നേരെ വന്നിട്ട്, ഇതിപ്പോൾ ഞാൻ തലതിരിച്ച് വരച്ചിരിക്കുന്നത് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ എമ്മിൽ വന്നു, MSC ഷോർട്ടാണ്. എല്ലിൽ നിന്ന് നേരെ അടുത്ത വീണ്ടും ലോഡിലേക്ക്, R ഫേസിൻ്റെ എല്ല് ലോഡിലേക്ക്, ബ്ലൂ ഫേസിൻ്റെ ലോഡിലേക്ക്. ഇനി Y ഫേസ് നേരെ വന്നിട്ട് ഈ പോയിൻ്റ് വന്നിട്ട് ആദ്യത്തെ വാട്ട് മീറ്ററിൻ്റെ 600 എന്നുള്ള പോയിന്റിലും രണ്ടാമത്തെ വാട്ട് മീറ്ററിൻ്റെ 600 എന്നുള്ള പോയിന്റിലും വന്നു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് തന്നെ ഈ ലോഡിൻ്റെ Y ഫേസിലേക്ക് വന്ന് 3 ഇങ്ങനെ കാണിച്ചിരിക്കുന്ന 3 ഫേസ് വേരിയബിൾ റിയോസ്റ്റാറ്റാണ്. റെസിസ്റ്റീവ് ലോഡാണ്. ഓക്കെ, ഇനി നമുക്ക് ടാബുലേഷൻ നോക്കാം. ടാബുലേഷൻ ചെയ്ത് നോക്കിയേ. സീരിയൽ നമ്പർ, വോൾട്ടേജ്, കറണ്ട്, പവർ, പവറിൻ്റെ 1, പവർ 2, അതായത് 2 വാട്ട് മീറ്ററുകളാണ്. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ W1 + W2 ആണ്. പവർ ഫാക്ടർ cos φ എന്ന് പറയുന്നത് W1 + W2 ഡിവൈഡഡ് ബൈ √3 വോൾട്ടേജ് ഇൻറ്റു കറണ്ട്.
ഇനി നമുക്ക് ആ കണക്ഷൻ നോക്കാം. ഞാൻ ഈ പാനലിൽ നിന്നാണ് 3 ഫേസ് എടുത്തിരിക്കുന്നത്. ഇത് മോട്ടറിൻ്റെ പാനലാണെങ്കിൽ എനിക്ക് 3 ഫേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ 2 വയർ ഞാൻ നേരെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ R ഫേസിനും Y ഫേസിനും ഇടയ്ക്ക് ഞാൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ വന്ന വോൾട്ട് മീറ്ററിൻ്റെ ഒരു വയറിൽ, ഇതൊരു വയറിൽ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ 3 ഫേസിൻ്റെ ഓട്ടോ കൊടുക്കുമ്പോൾ ഒരെണ്ണം എപ്പോഴും നമ്മൾ Y ഫേസിൽ കൊടുക്കണം, വോൾട്ട് മീറ്ററിൻ്റെ ഒരു പോയിൻറ്റ്. രണ്ടാമത്തെ നിങ്ങൾ Rൽ കൊടുത്താലും Bയിൽ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ. ഇനി ഇത് R ഫേസിൽ നിന്നും വരുന്ന റെഡ് വയർ നേരെ വന്നിട്ട് നമ്മുടെ അമ്മീറ്ററിൽ വന്നിട്ടുണ്ട്. അമ്മീറ്ററിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഇവിടെ എമ്മിൽ വന്നിട്ടുണ്ട്. വാട്ട് മീറ്ററിൻ്റെ എമ്മിൽ വന്നിട്ടുണ്ട്. നമ്മൾ പടത്തിൽ കാണുമ്പോൾ തന്നെ എമ്മും സിയും ഒരു വയറിട്ട് ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം L എന്ന് പറഞ്ഞ ഈ ലോഡ് അത് നേരെ നമ്മുടെ ലോഡ് സ്വിച്ചിലേക്കാണ്. സ്വിച്ചിൽ നേരെ നമുക്ക് ലോഡ് താഴെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ലോഡ് ഉണ്ടോ, 3 ഫേസ് ലോഡിങ് റിയോസ്റ്റാറ്റ്. അപ്പോൾ ഇനി നമുക്ക് B ഫേസ് നോക്കാം. B ഫേസ് നേരെ വന്നിട്ട് രണ്ടാമത്തെ വാട്ട് മീറ്ററിൻ്റെ എമ്മിൽ വന്നിട്ടുണ്ട്. എമ്മും സിയും ഷോർട്ടാണ് ഇവിടെ. അതേപോലെ തന്നെ എമ്മും സിയും ഷോർട്ടാണ്. L എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഈ വയർ നേരെ ലോഡ് സ്വിച്ചിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ. ഇനി Y നേരെ വന്നിട്ട് ആദ്യത്തെ വാട്ട് മീറ്ററിൻ്റെ ഇവിടെ 3 ടെർമിനൽ കാണാം. 150, 300, 600. ഇത് അപ്പോൾ ഈ 3 600 കൊടുത്തു. അവിടെ നിന്ന് തന്നെ അടുത്ത ഒരു വയറും കൂടെ, അവിടെ 2 വയറുണ്ട്, ലൂപ്പ് ചെയ്ത് രണ്ടാമത്തെ വാട്ട് മീറ്ററിലെത്തി. അവിടെ 150, 300, 600 ഉള്ളപ്പോൾ നമ്മൾ 600 തന്നെ കൊടുത്തു. അതിൽ നിന്നും തന്നെ ലോഡ് നേരെ Y ഫേസിലേക്കും പോയി. ഓക്കെ. അപ്പോൾ നമ്മൾ വയറിങ് കഴിഞ്ഞു. ഒരു വോൾട്ട് മീറ്റർ ഞാനിവിടെ പാരലായിട്ട് കൊടുത്തു. ഇനി നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പാനലാണ്. പാനൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടറൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത പാനലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുള്ളായിട്ട് എൻ്റെ സ്റ്റാർട്ടർ വഴിയാണ് ഞാൻ ഓൺ ചെയ്യുന്നത്. ഓൺ ചെയ്തപ്പോൾ ഇവിടെ അതേ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. 400, 410 അടുപ്പിച്ചുണ്ട്. 409, 410 ആ ലെവലിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ടാബ്ലറ്റ് കോളത്തിലേക്കുള്ള സാധനം നോക്കാം. ബാക്കിയെല്ലാം അമ്മീറ്റർ അനങ്ങിയിട്ടില്ല, ഫസ്റ്റ് വാട്ട് മീറ്റർ അനങ്ങിയിട്ടില്ല, സെക്കൻഡ് വാട്ട് മീറ്റർ അനങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ ലോഡ് സ്വിച്ച് ഓൺ ചെയ്തു. ഇനി നമുക്ക് ഇത് ഈ റിയോസ്റ്റാറ്റിൻ്റെ ഓരോ ലോഡുകളായിട്ട് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ ലോഡൊന്ന് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. വോൾട്ടേജ് 410 തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു 410. കറണ്ട് 2.1 ആംപിയർ അല്ലേ. അപ്പോൾ കറണ്ട് 2.1 ആംപിയർ. ഓക്കെ. അടുത്തത് W1 പവർ വാട്ട് 1 എന്ന് പറയുന്നത് നോക്കിയാൽ 50, 60, 70, 80, 90, 95, നമുക്കൊരു 97, 98 എഴുതാം. 100 വേണമെങ്കിൽ എഴുതാം. നമുക്ക് എന്താ കറക്റ്റ് 100 തന്നെയാണ്. 100 വാട്ട് എഴുതാം. ഓക്കെ. പവർ 1 എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 100 വാട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഇൻറ്റു ചെയ്യാം. അടുത്തത് W2 എന്ത് സംഭവിച്ചു നോക്കാം. W2 എന്ന് പറയുന്നത് ഏകദേശം 105-നും 110-നും ഒരു 107 നമുക്ക് എഴുതാം. ഓക്കെ. ഞാനിവിടെ എഴുതുന്നു പവർ 2 എന്ന് പറയുന്നത് 107. ഇനി W1 + W2 കോസ് വൈ ഒക്കെ നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ലോഡ് ഓൺ ചെയ്യുകയാണ്. രണ്ടാമത്തെ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തു. വോൾട്ടേജിന് മാറ്റം ഉണ്ട്. 407 ആയി. 405 അല്ല, 407 ആയി. ഞാനിവിടെ എഴുതുന്നു 407 വോൾട്ട്. അടുത്ത കറണ്ടെന്ന് പറയുന്നത് 2.53, 3.2 ആംപിയറിലേക്ക് പോയി. അപ്പോൾ കറണ്ട് 3.2 ആംപിയർ. W1 എന്ന് പറയുന്നത് ഏകദേശം 150 എത്തി. 150. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു 150. W2 എന്ന് പറയുന്നത് ഏകദേശം 155 ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതാം 155. നമ്മൾ മൂന്നാമത്തെ സ്വിച്ചിലേക്ക് പോവുകയാണ്. ഞാൻ മൂന്നാമത്തെ സ്വിച്ച് ഓൺ ചെയ്തു. ഓക്കെ. വോൾട്ടേജ് 406 ആയി മാറി. 406 വോൾട്ട്. കറണ്ട് 3.6 ആംപിയറായി.
അടുത്തത് പവർ എന്ന് പറയുന്നത് 160 പോയി. 160 എത്രയാണ്? 170 പോയി. 170. ഇത് 175 പോയി. ഓക്കെ, അതും ഞാൻ എഴുതി. ഇനി നമുക്ക് ഒരു റീഡിംഗ് കൂടെ കഴിഞ്ഞ് തൽക്കാലം മതിയാക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ ഒരു സ്വിച്ച് കൂടെ നമ്മൾ തൽക്കാലം ഓൺ ചെയ്യുന്നു. ഇനിയും സ്വിച്ചുകളുണ്ട്, എങ്കിലും ഒരു സ്വിച്ച് കൂടെ ഓൺ ചെയ്യുന്നു. നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോഴും അത് ശരിയാക്കി 405 406 എന്നുള്ളത് 405 ആയിട്ട് മാറി. അത് ഞാൻ എഴുതി. കറണ്ട് 5 ആമ്പിയർ എക്സീഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ കറണ്ടൊന്ന് കുറച്ചിട്ട് വേറെ ഒരെണ്ണം ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് കുറച്ച് കറണ്ട് കിട്ടി. ഇപ്പോൾ നമുക്കിവിടെ 405 വോൾട്ട് തന്നെയാണ് കറണ്ട്. 4.6 ആമ്പിയർ. ഓക്കെ, അപ്പോൾ ഞാനത് എഴുതി 4.6. അടുത്തത് പവർ 1 എന്ന്. ഇതിപ്പോൾ നമുക്ക് ഇത് ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വാട്ട് മീറ്റർ റീഡിങ് സ്റ്റേബിളായിട്ടുണ്ട്. 210 വാട്ട്. W1 210, W2 എന്ന് പറയുന്നത് 220 വാട്ട്. ഓക്കെ, നമുക്ക് എഴുതാം 210, 220. ഓക്കെ, നമുക്ക് തൽക്കാലം മതിയാക്കാം. ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഒന്ന് കാണേണ്ടതുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ വാട്ട് മീറ്ററിൻ്റെത് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണക്റ്റഡ് വോൾട്ടേജ് ഇൻറ്റു കണക്റ്റഡ് കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്നാണ്. ഇവിടെ UPF ആയതുകൊണ്ട് തന്നെ 1 ആണ് രണ്ടിൻ്റെതും പവർ ഫാക്ടർ. അപ്പോൾ നമുക്ക് 600 ഗുണം ഇവിടെ 10 ആമ്പിയറാണ്, ഇവിടെയും 10 ആമ്പിയറാണ്, രണ്ടും 10 ആമ്പിയറാണ്. അപ്പോൾ 600 ഗുണം 10 × 1, അപ്പോൾ 6000 ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ രണ്ടിൻ്റെതും 750 തന്നെയാണ്. അപ്പം 6000 ഡിവൈഡഡ് ബൈ 750 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇത്രയും ചെയ്ത് നോക്കാം. 6000 ഡിവൈഡഡ് ബൈ 750 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കെല്ലാം ഇതിനെല്ലാം ഇൻറ്റു 8 ആണ്. ഇതെല്ലാം ഇൻറ്റു 8 ആണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ 100 × 8 107 × 8 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 8 800 800 856 1656. അപ്പോൾ അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ എന്ന് പറയുന്നത് W1 + W2 ഡിവൈഡഡ് ബൈ √3. അപ്പോൾ 1656 ബൈ √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.732 എന്നാണ്. അപ്പം √3 ഇൻറ്റു നമ്മുടെ വോൾട്ടേജ് 410 ആണ്, കറണ്ട് 2.1 ആണ്. അപ്പോൾ √3 ഇൻറ്റു 410 × 2.1 ഈ 1656 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1.11. നമുക്ക് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എവിടെയോ റീഡിങ് എടുത്തതിൽ പറ്റിയിട്ടുണ്ട്. 1 വരാവൂ. രണ്ടാമത്തേലോ നമ്മളിതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 2440 വാട്ട് വന്നു. അത് ഡിവൈഡഡ് ബൈ √3 407 × 3.2. അപ്പോൾ നമുക്ക് കിട്ടിയത് 1.08 എന്ന് പറഞ്ഞാൽ 1.08 ആയതുകൊണ്ട് 1 തന്നെയാണ്. അടുത്തത് മൂന്നാമത്തെ 2760 വാട്ട്, അതും √3 406 3.6 ആയപ്പോൾ 1.09 എന്ന് പറഞ്ഞാൽ അതും 1 തന്നെയാണ്. അതിൻ്റെ അടുത്തതെന്നുള്ളത് 3440 ഡിവൈഡഡ് ബൈ √3 405 4.6 405 വോൾട്ട് 4.6 ആമ്പിയർ. അപ്പോൾ അതിൻ്റെ ആൻസർ 1.06 എന്ന് പറഞ്ഞാലും അത് 1 തന്നെയാണ്. അപ്പം നമുക്ക് പവർ ഫാക്ടർ റെസിസ്റ്റീവ് ലോഡായതുകൊണ്ട് 3 ഫേസിൻ്റെ ഇവിടെ നമുക്ക് റെസിസ്റ്റീവ് ലോഡായതുകൊണ്ട് 1 തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. ഓക്കെ.